ഞങ്ങളുടെ ഉമ്മ എവിടെ അല്ലാ, ഞങ്ങളുടെ വാപ്പ എവിടെ അല്ലാ, ഞങ്ങളെ വഴിപിഴപ്പിച്ചവരെവിടെ അല്ലാ, കൊണ്ടല്ല കൊണ്ടല്ല, വാപ്പായെ ഇങ്ങ് കൊണ്ടുവാല്ല, ഉമ്മായെ ഇങ്ങ് കൊണ്ടുവാല്ല. ഈ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെമ്പിന്റെ തറയിൽ ഞങ്ങൾക്ക് കാലു ചവിട്ടി നിൽക്കാൻ വയ്യ. ഞങ്ങളെ ടിക്ടോക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച ഉമ്മ എവിടെ? ഞങ്ങളെ ടിക്ടോക്കിന് പ്രോത്സാഹിപ്പിച്ച വാപ്പ എവിടെ? ഞങ്ങൾ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളിൽ പോയി അടിഞ്ഞാട്ടം നടത്തി അല്ലാഹുവെ വെല്ലുവിളിച്ചു, മുത്തുനബിയെ വെല്ലുവിളിച്ച് സൗന്ദര്യം പ്രദർശിപ്പിച്ച് പടച്ചവന്റെ ദീനിനെ ചവിട്ടി തേച്ച് പുച്ഛമാക്കി ഹംസത്തുൽ കറാർ തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ കരളു പറിച്ചു കൊടുത്തിട്ട് പടച്ചുണ്ടാക്കിയ ദീനുണ്ടല്ലോ, മദീനയുടെ മറുമലയിൽ നിന്ന് മാലിക് ബിൻ ദീനാർ പായക്കപ്പൽ അലറി വിളിക്കുന്ന കടലമാലകൾക്കു മേലെ പായ്ക്കപ്പലുകൾ പാഞ്ഞു വന്ന് തൗഹീദിന്റെ വെളിച്ചവുമായി കടന്നു വന്ന കാസർഗോഡ് ജില്ലയിൽ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീന് കൊണ്ടുവന്നപ്പോ ആ ദീന ടിക്ടോക്കിലൂടെ ആഭാസം കാണിച്ച് ധിക്കാരം കാണിച്ച് ചവിട്ടി തേക്കുന്ന പുതിയ തലമുറയിലെ പെൺമക്കളെ, ഉമ്മമാരെ, വാപ്പമാരെ, അവർക്ക് പിന്തുണ നൽകുന്ന സമുദായത്തിലെ രാഷ്ട്രീയ മലയാളിമാരെ, നിങ്ങൾ കേൾക്കണേ കേൾക്കണേ. നാളെ പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾ വരും, അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ വരും, ഞാൻ വരും. അന്നേരത്ത് വഴിപിടച്ചുപോയ മക്കൾ പറയുകയാണ്, വഴിപിടച്ചുപോയ ന്യൂ ജനറേഷൻ പണ്ടിന്റെ മക്കൾ പറയുകയാണ്, റബ്ബനാ അരിനൽ ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത ഖദാമിനാ നജഅൽഹുമാ തഹത ഖദാമിനാ. എന്നെ വഴിപിഴപ്പിച്ച ആളുകളെ കൊണ്ടാ റബ്ബേ ഈ ചെമ്പിന്റെ തറയിൽ അവരെ കിടത്തു പടച്ചവനെ, അവരെ മേത്ത് ചവിട്ടിയിട്ട് ഞാൻ നിൽക്കട്ടെ. വാപ്പ എവിടെ? നാളെ വിളിക്കുമെന്ന് പറഞ്ഞു. ഇത് ഹാമിദ് യാസീൻ പറഞ്ഞതല്ല. ട്രോളന്മാരെ ട്രോളിക്കോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ട്രോളുന്നത് ആരെയാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ട്രോളാൻ തന്റേടമുള്ള ചങ്ങലപ്പുള്ള ധിക്കാരികൾ ഉണ്ടെങ്കിൽ കടന്നു വാടാ. വെല്ലുവിളിക്കുകയോ. ഇത് അല്ലാഹുവിന്റെ ദീനാണ് ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ദീനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കണേ. ഇത് കേൾക്കുമ്പോൾ പടച്ചവനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി സുമുഖിയായി ഒരു പെർഫോമൻസ് മൈൻഡ്, പ്രദർശന വിചാരത്തോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മകൻ ആ കുഴല് പോലത്തെ പാന്റ് വലിച്ചു കെട്ടി ജൂതന്റെ സ്റ്റൈലിൽ മുടിവെട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വാപ്പാ എടാ മോനെ, അത് ഹബീബിന് ഇഷ്ടമില്ലാത്ത സ്റ്റൈലാണ്, ഹബീബിന് ഇഷ്ടമില്ലാത്ത സ്റ്റൈലാണ്. ഒരു കാലഘട്ടം സമാഗതമാകും. എങ്ങനെയാണ് കാലഘട്ടം എന്നറിയുമോ? എന്റെ ഉമ്മത്തികൾ രണ്ടു സമുദായങ്ങളെ പിൻപറ്റുന്ന കാലഘട്ടമാണ്. ശിബറം ബിശിബിരിൻ വദിറാഅൻ ബിദിറാഅ് ലതത്തബിഅന്ന സനന الذين من قبلكم ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാഅ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ നേതാവ്, നിങ്ങളുടെ കൽബിന്റെ രാജാവ്, താജുദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയഅതി അലന്നാസി സമാനുൻ ലതത്തബിഅന്ന സനന الذين من قبلكم ശിബറൻ ബിശിബിരിൻ വദിറാഅൻ ബിദിറാഅ്. കഴിഞ്ഞുപോയ രണ്ട് ജൂതന്മാരെ, യഹൂദന്മാരെ, അവരുടെ സ്റ്റൈലുകളെ ചാണോട് ചാൺ മുഴത്തോടു മുഴം അനുകരിക്കുന്ന എന്റെ സമുദായം വരും. അത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. വാപ്പമാരെ നിങ്ങൾ ആലോചിക്ക്, ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്ക്. നിങ്ങളുടെ വീട്ടിൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളുണ്ടോ?
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ സ്റ്റൈല്, അങ്ങനത്തെ സ്റ്റൈലുകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നമ്മുടെ പെൺമക്കൾ ഇറങ്ങുമ്പോൾ, ആൺമക്കൾ ഇറങ്ങുമ്പോൾ നമ്മുടെ കൽബിൽ വേദനയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദി. അടിച്ചിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ അടിച്ചു നിർത്തണമെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. ഇപ്പൊ അടിച്ചു നിർത്തിയ വാപ്പാക്കെതിരെയും കേസ് കൊടുത്ത അവസാനം വാപ്പ അറസ്റ്റിലായി ജയിലിൽ പോകും. വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഫബിലിസാനിഹി, ഉമ്മാമാരെ വാപ്പാമാരെ നിങ്ങളുടെ മക്കളോട് നല്ല നിലയിൽ ഉപദേശം നൽകണേ. മോളെ ആ ഡ്രസ് നമുക്ക് വേണ്ട, മോളെ ആ ശൈലി നമുക്ക് വേണ്ട, മോനെ ആ കുപ്പി പാന്റ് വേണ്ട, മോനെ നിന്റെ ആ ബാക്കും ഫ്രണ്ടും എലി കറണ്ടിയത് മാതിരി, ആട്ടിന്റെ കൊമ്പ മാതിരി, അതേ പിഗിന്റെ കൊമ്പ മാതിരിയുള്ള ആ സ്റ്റൈല് മുടി വേണ്ട എന്ന് നല്ല നിലയിൽ അവരോട് പറയണം. എന്നിട്ടും അവർ കേട്ടില്ല. വാപ്പമാര് പറഞ്ഞില്ലെങ്കിൽ അത് വിഷമാണ്. വാപ്പ പറയണം. വാപ്പ പറഞ്ഞില്ലെങ്കിലോ ഉമ്മ പറയണം. ഉമ്മ പറഞ്ഞില്ലെങ്കിൽ നാളെ പരലോകത്ത് അവര് നിങ്ങളെ വിളിച്ചുകൊണ്ട് പടച്ചവനോട് പറയും, എന്റെ വാപ്പ എന്നെ വഴിപിടപ്പിച്ചു, എന്റെ ഉമ്മ വഴിപിടപ്പിച്ചു, എന്നെ വഴിപിടപ്പിച്ച ആളുകളെ കൊണ്ടാ റബ്ബേ, അവരെ കിടത്തിയിട്ട് അവരുടെ പുറത്ത് കയറി ഞാൻ നിൽക്കട്ടെ പടച്ചവനെ എന്ന് പറയും. നിങ്ങൾ പറയണം. എന്നിട്ടും അവരനുസരിക്കുന്നില്ല. എന്നാൽ എന്തു വേണമെന്നറിയുമോ? നിങ്ങളുടെ കൽബ് കൊണ്ട് വെറുക്കണേ. അത് ഈമാനിന്റെ അവസാനത്തെ സ്റ്റെപ്പാണ്. ഈമാനിന്റെ ലാസ്റ്റ് പടിയാണത്. എന്ത് ചെയ്യാനാണ്? അടിച്ചിട്ട് നിർത്താൻ ഏതായാലും പറ്റില്ല. തിരിച്ചു വാപ്പാക്ക് നല്ല അടി കിട്ടും, അല്ലെങ്കിൽ ഉമ്മാക്ക് അടി കിട്ടും. അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയറിൽ പോയി കേസ് കൊടുക്കും. ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് എന്റെ അന്താരാഷ്ട്രവും എന്റെ ആന്ധ്രാപ്രദേശൊക്കെ കാണിച്ചു വസ്ത്രം ധരിക്കാൻ എന്റെ വീട്ടിൽ എന്റെ വാപ്പ സ്വാതന്ത്ര്യം തരുന്നില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കും. വാപ്പായെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും പോലീസ്. അത് പേടിച്ച് വാപ്പാക്ക് അടിച്ചിട്ട് നിർത്താൻ പറ്റൂല, വാപ്പാക്ക് വഴക്ക് പറയാൻ പറ്റൂല, എന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു പറഞ്ഞ് കേസ് കൊടുക്കും. അതല്ല വാപ്പ, നിങ്ങൾ അങ്ങനെയൊക്കെ പേടിച്ചാൽ എന്തു വേണം? നിങ്ങളുടെ കൽബ് കൊണ്ട് നിങ്ങൾ വെറുക്കണമെന്ന് ഹബീബ് ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ജനിച്ചു വീണ ഉടനെ ജീവിക്കാൻ പോലും അവകാശം കൊടുക്കാതെ, ഈ ഭൂമിയിൽ ഒരു ശ്വാസം പോലും ശരിക്കെടുക്കാൻ അവകാശം കൊടുക്കാതെ കുഴിച്ച് പച്ചയായി കുഴിച്ചു മൂടിയിരുന്ന സ്ത്രീത്വത്തെ ആരാണെന്നറിയുമോ? സ്ത്രീ, നീ കുഴിച്ചു മൂടല്ലേ. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. രാജാവായാലെന്താ, പ്രമാണിയായാലെന്താ, പ്രസംഗിക്കുന്ന മുസ്ലിയാരായാലെന്താ, സ്വർഗം എവിടെയാ? സ്വർഗം എവിടെയാ? നിങ്ങൾ കുഴിച്ചു മൂടുന്ന ആ സ്ത്രീത്വമുണ്ടല്ലോ, ആ ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗമുള്ളത്. സ്വർഗമാണ്, സ്വർഗമാണ്, പൊന്നുമ്മ സ്വർഗമാണ്. കുഴിച്ചു മൂടാനുള്ളതല്ല, അടിച്ചമർത്താനുള്ളതല്ല. സ്വർഗം എവിടെയാണ്? ആ സ്ത്രീയുടെ കാൽപാദത്തിന് ചുവട്ടിലാണ് എന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഇസ്ലാം, എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിയെയാണ് ഇന്ന് അവഗണിക്കുന്നത്. ആ മുത്തുനബിയെയാണ് ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയാസുകളിൽ ചില താന്തോന്നിവാസികൾക്ക് അലക്കാനും ആക്ഷേപിക്കാനും പരിഹസിക്കാനും പുതിയ തലമുറയിലെ പെൺകുട്ടികൾ വിട്ടുകൊടുക്കുന്നത്. പൊന്നുമോളെ, നിനക്ക് രക്ഷപ്പെടണ്ടേ പൊന്നുമോളെ, നിനക്ക് ജയിക്കണ്ടേ പൊന്നുമോളെ. കൽബ് കൊണ്ട് ചിന്തിക്കണേ പെങ്ങളെ, ഹൃദയം കൊണ്ട് ആലോചിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? എന്താകുമായിരുന്നു? ഒരു പെണ്ണിന്റെ പദവി എത്രയാണ്? ഇദാ സ്വല്ലത്ത് ഖംസഹാ وصامت شهرها وأحسنت فرجها وأطاعت بعلها فلتدخل بأي
അബ്വാബിൽ ജന്നതി ഷാഅത്. മുഹമ്മദ് മുസ്തഫ ഒരു പെണ്ണിന്റെ പദവി പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുഴിച്ചു മൂടേണ്ടതല്ല, അടിച്ചമർത്തേണ്ടതല്ല. അത് പിന്നെ ആരാന്നറിയോ? നിങ്ങൾ കേട്ടോളൂ, പെങ്ങന്മാരെ കേട്ടോളൂ, ഉമ്മമാരെ കേട്ടോളൂ, ചെറുപ്പക്കാരെ കേട്ടോളൂ. ഒരു ഉമ്മയുടെ പദവി, ഒരു പെണ്ണിന്റെ പദവി, ഒരു സ്ത്രീയുടെ, ഒരു മഹിളയുടെ ശ്രേഷ്ഠത എത്രയാണെന്ന് ഹബീബ് പറഞ്ഞു. ഇദാ സ്വല്ലത്ത് ഖംസഹാ, അവൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവളാണോ? വസാമത്ത് ശഹറഹാ, പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹത്തിന്റെ കേദാരമായ അനുഭൂതിയുടെ മാസമായ റമളാൻ അത് സമാഗതമാകുമ്പോൾ ആ റമളാനെ മാനിച്ച് ആദരിച്ച് നോമ്പെടുക്കുന്നവളാണോ? വഅതാഅത് ബഅലഹാ, തങ്ങളുടെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തുന്നവളാണോ? ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ചവളാണോ? വഅഹ്സനത് ഫർജഹാ, അവളുടെ രഹസ്യാവയവങ്ങളെ അവൾ കാത്തു സൂക്ഷിച്ചവളാണോ? ഉമ്മമാരെ, പെങ്ങന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മഹിള ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ഉമ്മമാരുണ്ടോ, പെങ്ങന്മാരുണ്ടോ? നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾ ആഹ്ലാദിച്ചു കൊള്ളുക, നിങ്ങൾ ആനന്ദിച്ചു കൊള്ളുക. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും മലർക്കെ തുറന്നിടും. സ്വർഗത്തിന്റെ കവാടങ്ങളുടെ ഇരുവശങ്ങളിലും മലക്കുകൾ നിൽക്കും. അവര് പറയും, മർഹബാ മർഹബാ മർഹബൻ അഹ്ലം വസഹ്ല, മർഹബായ മർഹബാ മർഹബൻ അഹ്ലം വസഹ്ല, മർഹബായ മർഹബാ. നിസ്കരിച്ചവരെ, നോമ്പെടുത്തവരെ, ഭർത്താവിന്റെ സംതൃപ്തി സമ്പാദിച്ചവരെ, രഹസ്യാവയവങ്ങളെ സൂക്ഷിച്ചവരെ, പുണ്യ റമളാനെ ആദരിച്ച് നോമ്പെടുത്തവരെ, സ്വർഗ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. സ്വർഗ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുവീൻ. ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു കൊള്ളുവീൻ. ഫൽതദ്ഖുൽ ബിഅയ്യി അബ്വാബിൽ ജന്നതി ശാഅത്. മുഹമ്മദ് മുസ്തഫ മുത്തുനബി പറയാണ്, ഹാമിദ് യാസീൻ പറയണതല്ലത്. സ്വർഗ ആലോചിച്ചു നോക്ക്, പടച്ചവന് ആർക്ക് കൊടുക്കണം പദവിയായത്? അമ്പിയാക്കൾക്ക് നൽകുന്ന പദവി, ഔലിയാക്കൾക്ക് നൽകുന്ന പദവി, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് നൽകുന്ന പദവി. ഉപമാരെ, ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും തുറന്നിട്ടിട്ട് മാലാഖമാർ ഇങ്ങോട്ട് വരൂ, ഇതിലേ വരൂ, ഏതു വാതിലിലൂടെ നിങ്ങൾക്ക് കടക്കണം, നിങ്ങൾ ഏതു വാതിലിലൂടെ കടക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാതിലിലൂടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാതിലിലൂടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ ഉമ്മ, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ പെങ്ങളെ എന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പറയാറുള്ളത് സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റിയാണ്. സുരനദീ തീരത്ത് സ്വർഗീയാലോകത്ത് സുഖത്തിനായി അല്ലാഹു സുന്ദരിമാരെ പടയ്ത്ത് ഹുറുൽ ഹീസാൻ പരിമളം ചിന്തിടുന്നേ. ഹൂറികളെ പറ്റിയാണ് പറയാറുള്ളത്. ഇത് കേൾക്കുമ്പോൾ ചില ഉമ്മമാർക്കെങ്കിലും കൽബിൽ വിഷമമുണ്ടാകും. എന്നാൽ ഉമ്മ പെങ്ങളെ, നിങ്ങൾ കേൾക്കണേ,
ഒരു ഹൂറിയായ പെണ്ണങ്ങാനം ലവിത്തലഅത് ഇംറഅതൻ മിനൻ നിസാഇ അഹ്ലിൽ ജന്നതി ഇലൽ അർള് ലമലഅത്തിൽ അർള റീഹു മിസ്കിൻ. ഹബീബ് പറയുകയാണ്, സ്വർഗ്ഗത്തിലെ ഒരു പെണ്ണങ്ങാനം ഭൂമി ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ, സ്വർഗത്തിലെ ഒരു പെണ്ണങ്ങാനം ഭൂമി ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ ഭൂമി ലോകം മുഴുവനും കസ്തൂരിയുടെ സുഗന്ധം കൊണ്ട് നിറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഹൂറികളായ പെണ്ണുങ്ങൾ നാളെ പരലോകത്ത് ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസുകളുള്ള പെണ്ണുങ്ങളെ കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവരാരാണ്? ഇവരെവിടുന്ന് വന്ന ആളുകളാണ്? ഞങ്ങൾ സ്വർഗക്കാരികളായ ആളുകൾ, ഞങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, ഞങ്ങളെക്കാൾ സുഗന്ധമുള്ള, ഞങ്ങളെക്കാൾ അട്രാക്ഷനുള്ള, ബ്യൂട്ടിഫുള്ളായ, ഞങ്ങളെക്കാൾ അത്യാകർഷകരായ ഇവരെവിടുത്തുകാരാണ്. ഇവരെവിടുത്തുകാരാണ്. ലൗ അന്നംറഅതൻ മിൻ നിസാഇ അഹ്ലിൽ ജന്നതി ബസഖത് ഫീ സബഅതി അബ്ഹുരിൻ ലകാനത തിൽകൽ അബ്ഹുരി അഹ്ലാ മിനൽ അസലി. ഇബ്നു ഹിബ്ബാൻ നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഹൂറികളെ പറ്റി പറഞ്ഞതാണ്. എന്നാൽ ഉമ്മമാരെ നിങ്ങൾ കേൾക്കണേ, ആ ഹൂറികൾ ഇന്ന നിസാഅഹിലിദ് ദുനിയാ മൻ ദഖല മിൻഹുന്നൽ ജന്ന ഫുളിൽന അലൽ ഹൂറിൽ ഐൻ. സുബ്ഹാനല്ലാഹ്. ഫുളിൽന അലൽ ഹൂറിൽ ഐൻ ബിമാ അമിൽന ഫിദ് ദുനിയാ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉമ്മ, സ്വർഗത്തിൽ പോകുന്ന പെങ്ങളെ, ഹൂറികൾ നിങ്ങളുടെ മുന്നിൽ ആരുമല്ല, ഹൂറികൾ നിങ്ങളുടെ മുന്നിൽ ആരുമല്ല. നിങ്ങളാണ് ഹൂറികളെക്കാൾ ഉന്നതർ, നിങ്ങളാണ് ഹൂറികളെക്കാൾ സുന്ദരികൾ, നിങ്ങളാണ് ഹൂറികളെക്കാൾ സുമുഖികൾ, നിങ്ങളാണ് ഹൂറികളെക്കാൾ സുഗന്ധവതികൾ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മുത്തുനബി പറയുകയാണ്, ആ ഉമ്മമാരെ പറ്റി മുത്തുനബി പറയുകയാണ്, ഉമ്മമാരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാണ്. ആണുങ്ങളെ പോലെയല്ല, പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ കഴിയും. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ, ഉർവ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമാണ്, ആയിഷ ഉമ്മയുടെ അടുക്കൽ രണ്ടു പെൺകുട്ടികളെയും കൊണ്ട് ഒരു സാധുവായ ഉമ്മ വന്നു. ആയിഷ ബീവിയുടെ കയ്യിലൊന്നുമില്ലായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ 3 ഈത്തപ്പഴങ്ങൾ മാത്രമേ, വീട് മുഴുവനും അരിച്ചു പറക്കിയിട്ട് കിട്ടിയത് 3 ഈത്തപ്പഴം, അത് മാത്രമേ കിട്ടിയുള്ളൂ. ആ ഈത്തപ്പഴം എടുത്തുകൊണ്ടുപോയി ആ ഉമ്മാടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ ആ ഈത്തപ്പഴങ്ങൾ മുറിച്ചിട്ട് ആ പെൺമക്കളുടെ വായിലേക്ക് ആ ഉമ്മ വെച്ചു കൊടുക്കുകയാണ്. മൂന്നാമത്തെ ഈത്തപ്പഴം ഉമ്മാടെ ഈത്തപ്പഴമാണ്. ആ ഈത്തപ്പഴം ആ ഉമ്മാടെ വായിലേക്ക് ഇടാൻ പോകുന്ന നേരത്ത് ആ കുഞ്ഞുമക്കൾ രണ്ടുപേരും ഉമ്മാടെ വായിലേക്ക് ഇങ്ങനെ കൈനീട്ടി അന്നേരത്ത് മാതൃഹൃദയം വിതുമ്പി. വത്സലമായ മാതൃഹൃദയം വിതുമ്പി. തങ്ങളുടെ വിശപ്പ് പ്രശ്നമല്ല. ആ മാതാവ് ആ കാരക്ക 2 കീറാക്കിയിട്ട് 2 കുഞ്ഞുങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഖസീദത്തുനാ ബീവി ആയിഷ. മുത്തുനബി വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവി ഇങ്ങനെ കരയുവാണ്, പൊട്ടി കരയാണ്. എന്തു പറ്റി ആയിഷ? എന്തിന് കരയുന്നു ആയിഷു? യാ ആയിഷു, എന്തിനാണ് കരയണത്? അപ്പൊ പറഞ്ഞു, നബിയെ സംഭവം ഇങ്ങനാണ്, എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ആ ഉമ്മ ചെയ്ത ത്യാഗം ഉണ്ടല്ലോ നബി, അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. അന്നേരത്തെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ. പെൺമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വാപ്പമാരെ,
പെൺമക്കളെ പോറ്റി വളർത്തുന്ന ഉമ്മമാരെ, നിങ്ങൾ കേട്ടോളൂ, ഹബീബ് പറയുകയാണ്, അവർക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുകയാണ്, നരകം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. സ്വർഗം അവർക്ക് വാജിബ്, നരകം അല്ലാഹു അവർക്ക് നിഷിദ്ധം, ഹറാമാക്കി എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഒന്നുകിൽ അവർക്ക് സ്വർഗപ്രവേശനം ഉറപ്പിച്ചു, അല്ലെങ്കിൽ നരകമോചനം അല്ലാഹു ഉറപ്പിച്ചു എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മഹത്താണ് ഇത്! എവിടുന്നാണ് ഇവിടെയൊക്കെ എത്തിച്ചത് മുത്തുനബി? കുഴിച്ചു മൂടിയിരുന്നു, അടിച്ചമർത്തിയിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുഞ്ഞു മോളുണ്ടായിരുന്നു, എന്റെ ഭാര്യ രഹസ്യമായിട്ട് വളർത്തി കുട്ടിയെ. അവസാനം 10 വയസ്സൊക്കെ പ്രായമായപ്പോ അവൾ എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്റെ ഭർത്താവ് എന്നോട് പിണങ്ങോ? ഇല്ല, നീ പറയ്. ഒരു കൊച്ചു കുട്ടിയെ കാണിച്ചു, 10 വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിക്ക്, പെൺകുട്ടിക്ക്. അണിച്ചൊരുക്കി, നല്ല പോലെ അണിച്ചൊരുക്കിയിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ കണ്ടിട്ട് എങ്ങനുണ്ട്? നല്ല കുട്ടിയല്ലോ, ഇത് അയൽപ്പക്കത്തെ കുട്ടിയല്ലേ? ആ, ഈ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടായോ? ഇഷ്ടായി. ഇതാരുടെ കുട്ടിയാണെന്നറിയുമോ? നിങ്ങളുടെ കുട്ടിയാണ്. ഇത് കേട്ടപ്പോൾ അയാളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ആളി കത്തുകയാണ്, തീ കത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു സഹാബി വന്നിട്ട് മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ എവിടുന്ന് വരുവാന്നറിയുമോ നബിയേ? ഞാൻ എവിടുന്ന് വരുവാന്നറിയുമോ നബിയേ? എന്റെ ഭാര്യ അങ്ങനെ ഒരു വാർത്ത എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിയായി സന്തോഷിക്കുന്നതായിട്ട് അഭിനയിച്ചു, അതിയായി സന്തോഷിക്കുന്നതായിട്ട് ഞാൻ അഭിനയിച്ചു. എന്റെ ഭാര്യയ്ക്ക് എന്നിൽ വിശ്വാസമായി. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു തീ ഇങ്ങനെ ആളി ആളി കത്തുകയായിരുന്നു. എങ്ങനെയും അവളെ വകവരുത്തണം. ഒരു ദിവസം ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമ്മളെ മോളുമായിട്ടൊരു സ്ഥലം വരെ എനിക്ക് പോണമെന്നുണ്ട്, അവളെ ഒന്ന് കുളിപ്പിച്ച് നല്ല ഉടുപ്പ് ധരിപ്പിച്ച് നല്ല ഭംഗിയാക്കി എന്റെ കൂടെ വിട്ടേരെ, ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയി. ആ കുഞ്ഞുമോളുടെ കയ്യിൽ പിടിച്ച് പിതാവ് നടന്നു. ഉമ്മാക്ക് വലിയ ഇഷ്ടമായി, സന്തോഷമായി. ആ കുഞ്ഞുമോളുടെ കയ്യിൽ പിടിച്ചിട്ട് ഉപ്പ നടന്നു, വിജനമായ സ്ഥലത്തേക്ക് നടന്നു, ആരുമില്ലാത്തൊരിടത്തേക്ക് കൊണ്ടുപോയി. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നൊരു പടുകൂറ്റൻ കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ പൊന്നുമോള് ചോദിച്ചു, ഉപ്പാ അതെന്താണ്? അത് പൂമ്പാറ്റയാണ്, അത് റോസാപ്പൂവാണ്. ഓരോന്നിനെ പറ്റിയും കളിച്ചും ചിരിച്ചും ഉപ്പയുടെ കുഞ്ഞു വിരളിൽ തൂങ്ങിപ്പിടിച്ച് ആ ചെറിയ പൊന്നുമോള് നടക്കുകയാണ്. ആ കുഴിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ ഉപ്പ പറയുകയാണ്, ആ കുഴിക്കകത്ത് എന്താണുള്ളതെന്ന് മോളൊന്ന് നോക്കിയിട്ട് വന്നേ. ഹബീബായ തങ്ങളുടെ മുന്നിലാണ്. സഹാബത്ത് ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്, സഹാബിമാര് ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. ആ സ്വഹാബി പറയുകയാണ്, അവൾ ഇങ്ങനെ ആ കിണറ്റിലേക്ക് നോക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നാലെ പതുങ്ങിച്ചെന്ന് ഞാനൊരു തള്ളലാണ്. എന്റെ 10 വയസ്സുകാരിയായ പൊന്നുമോള് ഉപ്പാ എന്ന് കൽബ് പൊട്ടിയൊരു വിളിയാണ്. ആ ആഴമുള്ള കിണറ്റിലേക്ക് എന്റെ മോള് വീഴുകയാണ്. ഉപ്പാ എന്നെ സഹായിക്കുപ്പാ, ഞാൻ കുഴിയിൽ വീണു പോയി ഉപ്പാ, എന്നെ രക്ഷിക്കുപ്പാ, എന്റെ കയ്യേൽ പിടിക്കുപ്പാ. അവള് വിചാരിച്ചു ഞാൻ അറിയാതെ വീണു പോയതാണെന്ന്, കാലുവഴുതി വീണു പോയതാണെന്ന്. അപ്പോഴും എന്റെ പൊന്നുമോള് വിശ്വസിച്ചില്ല. എന്നെ പ്രിയപ്പെട്ട ഉപ്പ തള്ളിയിട്ടതാണെന്ന് ആ പൊന്നുമോള് വിശ്വസിച്ചില്ല. ആ പ്രിയപ്പെട്ട പൊന്നുമോള് കിണറ്റിൽ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്, എന്റെ കൈയൊന്ന് പിടിക്കുപ്പാ, എന്നെ രക്ഷിക്കുപ്പാ. എന്റെ കലി അടങ്ങിയില്ല, എന്റെ ദേഷ്യം തീർന്നില്ല. ഞാൻ കരുതി വെച്ചൊരു വലിയ പാറക്കല്ലുണ്ട്, ആ പാറക്കല്ല് താങ്ങിയെടുത്തു ഞാൻ കൊണ്ടുവന്നു. എന്റെ പൊന്നുമോള്, 10 വയസ്സുകാരിയായ പൊന്നുമോള് കിണറ്റിൽ വീണിട്ട് മരിച്ചില്ലല്ലോ എന്ന്
ചിന്തിച്ച് ആ പാറക്കല്ല് ഞാനെടുത്ത ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിയ പാറക്കല്ല് എന്റെ പൊന്നുമോളുടെ തലയിൽ പോയി വീണ് എന്റെ കുഞ്ഞുമോളുടെ തല പൊട്ടി തകർന്ന് പിന്നീട് അവൾ ഉപ്പാന്ന് വിളിച്ചില്ല നബിയേ. പിന്നീട് ആ ശബ്ദം എന്റെ പൊന്നുമോളുടേത് കേട്ടില്ല നബിയേ. എന്റെ പൊന്നുമോളെ ഞാൻ കൊന്നു നബിയേ, എന്റെ പൊന്നുമോളെ ഞാൻ കൊന്നു നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ. സ്വഹാബിമാര് മുഴുവനും പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകുകയാണ്. ഹബീബ് കരയുകയാണ്. സഹോദരാ, എന്റെ മുന്നിൽ നിന്ന് നീ എഴുന്നേറ്റ് പോകൂ സഹോദരാ, എനിക്കിത് കേൾക്കാനുള്ള ത്രാണിയില്ല സഹോദരാ, നീ എന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകൂ സഹോദരാ. ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ, എന്റെ ബേക്കൽ എന്റെ വഴുത് കേൾക്കാൻ വന്ന പൊന്നു പെങ്ങളെ, നിനക്ക് ഈ ലോകത്ത് ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, നിനക്ക് ഈ ലോകത്ത് ഭൂമി ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അത് മേടിച്ചു തന്നത് ആരാണ്? ഏതെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാറുകളല്ല. നിനക്ക് വേണ്ടി വാദിക്കാൻ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുള്ള പുതിയ മാധ്യമ സംസ്കാരങ്ങളിൽപ്പെട്ട ചില ദ്രോഹികളല്ല. അവർക്ക് നെഗറ്റീവ്സുകളോടാണ് താല്പര്യമുള്ളത്, പോസിറ്റീവുകളോട് താല്പര്യമില്ല. മഹാനായ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 175ഓളം വരുന്ന പെൺമക്കളെ കെട്ടിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ ആരെങ്കിലും അത് അറിഞ്ഞോ? ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയുമോ? ഏതെങ്കിലും ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തോ? ഏതെങ്കിലും ഒരു പത്രത്തിൽ ആ വാർത്ത വന്നോ? വരില്ല. പ്രഭാഷകനായ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ ചെയ്യുന്ന സമൂഹത്തിൽ തുല്യതയില്ലാത്ത നന്മകളെ പറ്റി വരില്ല. ഇവിടെ എത്രയോ മതസംഘടനകളുണ്ട്, ഇവിടെ എത്രയോ മതപ്രഭാഷകരുണ്ട്, ഇവിടെ എത്രയോ വലിയ ആലിമീങ്ങൾ സ്വാലിഹീങ്ങളുണ്ട്. മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം, ഒരു വലിയ സയ്യിദ്, അവിടുന്ന് എന്തൊക്കെയാണ് നേതൃത്വം നൽകുന്നത്, എന്തൊക്കെയാണ് നല്ല പ്രവർത്തനങ്ങൾ അവിടുന്ന് കാഴ്ചവെക്കുന്നത്, അതിനെപ്പറ്റി ഇവിടെ ആരും സംസാരിക്കുന്നില്ല. സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ചെയ്യുന്ന സേവനങ്ങളെ പറ്റി ഇവിടെ ഒരു മാധ്യമക്കാരനും സംസാരിക്കണ്ട. നെഗറ്റീവ്സുകൾ തേടി നടക്കുന്ന, ദുഷിച്ച അതേ കാഷ്ടത്തിൽ പോയിരിക്കുന്ന, അഴുകിയതിൽ പോയിരിക്കുന്ന ഈച്ചയുടെ സ്വഭാവമുള്ള ചില ദുഷിച്ച മാധ്യമക്കാരന്റെ ആ കപട മാധ്യമ സംസ്കാരങ്ങളെ വലിച്ചു കീറി ചവറ്റുകുട്ടയിലേക്ക്, കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് കാലുകൊണ്ട് വലിച്ചടിച്ചു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പോസിറ്റീവുകളൊന്നും വരുന്നില്ല, എല്ലാം നെഗറ്റീവ്സുകൾ. അതിനാണ് കവറേജ് ഉള്ളത്, അതിനാണ് ഇവിടെ വലിയ ഒലക്കമുക്കി എഴുതാനുള്ളത്. ഒരു പോസിറ്റീവായ വാർത്തയുമില്ല, എല്ലാം നെഗറ്റീവ്. നെഗറ്റീവായാലത് ആസ്വദിക്കാൻ എന്തൊരു ഇഷ്ടാണ്, അത് പറയാനും പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി വലിയ ഡിസ്കസുകൾ സംഘടിപ്പിക്കാനും എന്തൊരു താല്പര്യമാണ്. ഇവിടെ എന്തൊക്കെ നടക്കുന്നു? ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ വലിയ വലിയ മതാധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ, ഉലമാക്കളുടെ നേതൃത്വത്തിൽ എന്തൊക്കെ നടക്കുന്നു? എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു, എത്ര പാവങ്ങൾക്ക് ദാറുൽ ഖൈർ, ബൈത്തുർ റഹ്മ അതൊക്കെ നൽകി. അതൊന്നും വന്നില്ല, വരില്ല, അതൊന്നും വരില്ല. അങ്ങനെ ഒരു ദുഷിച്ച മാധ്യമ സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും അതാ മീഡിയ രാജാക്കന്മാരും അതപ്പതിച്ചുപോയി. ഇത് വലിയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരങ്ങളെ. ഒരു നിരപരാധിയാണെന്ന് ഒരു പിതാവിനെ അടുത്ത സമയത്ത് എറണാകുളം ജില്ലയിൽ ഓട്ടോ ഓടിച്ച് ഓട്ടോറിക്ഷക്കാരനായ ഒരു പിതാവിനെ ഒരു പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തു. അയാൾക്ക് 3 പെൺകുട്ടികളുണ്ട്, ഒരു കുടുംബം നോക്കുന്ന ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ. അത് അന്ന് ഫുള്ള് വാർത്തയായിരുന്നു. പക്ഷേ പിന്നീട് കണ്ടെത്തിയ അയാൾ നിരപരാധിയാണ്, മറ്റാരോ ഒരാളാണത് ചെയ്തത്. അയാൾ നിരപരാധിയാണെന്ന് കണ്ടെത്തിയത് 3 വർഷത്തിന് ശേഷമാണ്. പിന്നീട് ഒരു പത്രത്തിലും വാർത്ത വന്നില്ല അയാൾ നിരപരാധിയാണെന്ന്. പിന്നീട് ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല. ആ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളി, അഭിമാനം നഷ്ടപ്പെട്ടു പോയ ഓട്ടോ തൊഴിലാളി, ജീവിതം നഷ്ടപ്പെട്ടു പോയ ഓട്ടോ തൊഴിലാളി, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളുടെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പേരിൽ അറസ്റ്റിലായി. നാട് മുഴുവനും മാറി. അവസാനം അറിഞ്ഞു അത് അയാളല്ല.
പത്രവും അത് റിപ്പോർട്ട് ചെയ്യില്ല, ഒരു മീഡിയയ്ക്കും അയാൾ നിരപരാധിയാണെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വയ്യ. അയാൾ അപരാധിയാണെന്ന് പറയാനാണ് ഇഷ്ടമുള്ളത്. അയാൾ അപരാധിയാണെന്ന് പറയാനാണ് ഇഷ്ടമുള്ളത്. അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു, കോടതി പറഞ്ഞു. അത് വേറൊരാളായിരുന്നു, അയാളെ പിന്നീട് അറസ്റ്റ് ചെയ്തു. അതുവരെ 3 വർഷക്കാലം അയാൾ തീ തിന്നു. തനിക്ക് 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. തന്റെ മക്കളുടെ മുന്നിൽ അയാൾ തലകുനിച്ചു. ഭാര്യ പറഞ്ഞു അയാളെ വേണ്ടാന്ന്, മക്കൾ പറഞ്ഞു ആ വാപ്പച്ചിയെ ഞങ്ങൾക്ക് വേണ്ടാന്ന്. അവസാനം കോടതി വരാന്തയിൽ വെച്ച പാവപ്പെട്ടവൻ നിരപരാധിയാണെന്ന് വിളിക്കുമ്പോൾ ആ ഭാര്യയും മക്കളുമെല്ലാം കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ആ ചിത്രം ലോകത്ത് വന്നില്ല, ആ ചിത്രം ലോകത്ത് വാർത്തയായില്ല. ഇങ്ങനെ നന്മകൾ പറയാതെ നിറയേടുകൾ മാത്രം എടുത്തുയർത്തിയിട്ട് ഒലക്കമുക്കുന്ന പുതിയ ദുഷിച്ച മാധ്യമ സംസ്കാരങ്ങളോട് ലജ്ജ തോന്നുകയാണ് സമൂഹമേ, സമുദായമേ. ഇതൊക്കെ പറയാൻ എന്തിനു പേടിക്കണം, ആര് ഭയക്കണം? അല്ലാഹുവിന്റെ ദീനാണിത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആർജവം എന്താണ്? ധാർമ്മിക ഉത്തരവാദിത്തം എന്താണ്? നന്മകൾ പറയലാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി. അല്ലാഹു നമുക്ക് നന്മകൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ഉമ്മമാരെ, പെങ്ങന്മാരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് നിങ്ങൾ മുറുകെ പിടിക്കണേ. ആ ദീനനുസരിച്ച് നിങ്ങൾ ജീവിക്കണേ. അല്ലാഹു നമുക്ക് നന്മകൾ മനസ്സിലാക്കാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. പാതിരാത്രി സമയത്ത് അവിടെ നിന്ന് നടക്കുമ്പോൾ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു മനോഹരമായ പാട്ട് കേൾക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാതുകൂർപ്പിച്ചു നോക്കിയപ്പോൾ ഒരു പെണ്ണിന്റെ പാട്ടാണ്. തതാവല ഹാദൽ ലൈലു വസുവദ്ദ ജാനിബു വഅറാഖനി അല്ലാ ഖലീലുൻ നുലായിബു فلولا حذار الله لا شيء مثله لزحزاح من هذا سريري جوانب. പാതിരാത്രി നേരമാണ്, എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ജനങ്ങളുടെ ക്ഷേമൈശ്വര്യങ്ങൾ അറിയാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്യുകയാണ്. ഒരു ചെറിയ കുടിന്റെ ഭാഗത്ത് നിന്ന് മനോഹരമായൊരു പാട്ടു കേൾക്കുകയാണ്. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ പാട്ടാണ്, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ഗാനമാണ്. ചെന്ന് കാതോർപ്പിച്ചു നോക്കിയപ്പോൾ തതാവല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വഅറാഖനി അല്ലാ ഖലീലുൻ നുലായിബു ഫലൗലാ ഹദാറല്ലാഹു ലാ ശൈഅ മിത്ലഹു ലസഹസാഹ മിൻ ഹാദാ സരീരി ജവാനിബു. ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്. ഒരു പെണ്ണ് പാടുകയാണ്, ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്, ഈ രാത്രി എത്ര നീണ്ടതാണ്. പ്രഭാതമേ ഒന്ന് വരുമോ, പ്രഭാതമേ ഒന്ന് വരുമോ. എന്റെ കളിക്കൂട്ടുകാരൻ, എന്റെ പ്രിയതമൻ, എന്റെ ഭർത്താവ്, എന്റെ കളിത്തോഴൻ എന്നോടൊപ്പമില്ലല്ലോ. ഈ രാത്രി എത്ര ദീർഘമാണ്, എന്റെ കളിത്തോഴൻ എന്നോടൊപ്പം സല്ലപിക്കാനില്ലല്ലോ. എന്റെ കളിത്തോഴൻ എന്നോടൊപ്പം സല്ലപിക്കാനില്ലല്ലോ. ഫലൗലാ ഹദാറല്ലാഹു ലാ ശൈഅ മിത്ലഹു ലസഹസാഹ മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ചവനോടുള്ള പേടി, അല്ലാഹുവിനോടുള്ള പേടി എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഉമ്മ
ഉമ്മമാര് കേൾക്കണേ, ചെറുപ്പക്കാര് ശ്രദ്ധിക്കണേ, വിശേഷിച്ചു പ്രവാസികളായ ആളുകൾ ചിന്തിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാതോർക്കുകയാണ്, അവിടുന്ന് ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. മധുര 17കാരിയായ ഒരു പെണ്ണ് പാടുകയാണ്, എന്റെ കളിത്തോടൻ എന്നോടൊപ്പമില്ല, ഈ രാത്രിയിൽ എനിക്ക് ഉറക്കം വരുന്നില്ല, സുദീർഘമായ രാത്രി, പ്രഭാതമൊന്നു വരുന്നില്ലല്ലോ, സൂര്യൻ ഉദിക്കുന്നില്ലല്ലോ, എനിക്കെന്റെ പടച്ചവനോട് ഭയമില്ലായിരുന്നുവെങ്കിൽ, എനിക്കെന്റെ അല്ലാഹനെ പേടിയില്ലായിരുന്നെങ്കിൽ എന്റെ കട്ടിലുകൾ കരയുമായിരുന്നു. ഈ താഴ്വാരയിൽ ആട്ടിൻപറ്റങ്ങളെ മേയിച്ച് നടക്കുന്ന ആട്ടിടയന്മാരായ യുവകോമളന്മാരാൽ എന്റെ കട്ടിലുകൾ കരയുമായിരുന്നു. പക്ഷേ ഇല്ല, ഞാനാ തമ്മാടിത്തരം ചെയ്യില്ല, എനിക്കെന്റെ റബ്ബിനെ പേടിയാണ്, എനിക്കെന്റെ പടച്ചവനെ പേടിയാണ്, എനിക്കെന്റെ അല്ലാഹുവിനെ ഭയമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയാണ്. അവിടുന്ന് പോയി അടയാളം വെച്ചു പോയി, പിറ്റേന്ന് പോയി അന്വേഷിച്ചു അതാരുടെ പുരയാണ്. അവസാനം അറിഞ്ഞു അതൊരു മിലിറ്ററിക്കാരനായ സ്വഹാബിയുടെ പുരയാണ്. പോയിട്ട് എത്രയോ നാളായി, മിലിറ്ററിക്കാരനായ സ്വഹാബി പോയിട്ട് എത്രയോ നാളായി, അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല. ആ പെണ്ണ് രാത്രിയിൽ ഉറക്കം വരാതിരുന്നു പാടുവാണ്. മഹാനായ ഹഫ്സ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊന്നുമോളെ ഹഫ്സായെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ഹഫ്സ, ഒരു പെണ്ണിന് തന്റെ ഭർത്താവിന്റെ സാന്നിധ്യമില്ലാതെ എത്ര നാള് സഹിച്ചിരിക്കാൻ പറ്റും? അവൾ ഇങ്ങനെ കാണിച്ചു കൈകൊണ്ട് 4 മാസം എന്ന്. കുനിഞ്ഞ തലയുമായിട്ട് ഓടി ഒളിച്ചു വാപ്പാടെ അടുത്തെന്ന്. വാപ്പ പറഞ്ഞു, ഇത് ലജ്ജ കാണിക്കേണ്ട വിഷയമല്ല, ഇത് അള്ളാഹുവിന്റെ ദീന് നടപ്പാക്കാനുള്ള വിഷയമാണ്. അന്ന് ഓർഡർ നടത്തി, സഹോദരങ്ങളെ, മിലിറ്ററിക്കാരെ, പോയ ആളുകളെ, നിങ്ങൾ 4 മാസം വരെ വിട്ടു നിൽക്കാം, അതിൽ കൂടുതൽ വിട്ടു നിൽക്കാൻ പാടില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ ഭർത്താക്കന്മാരെ, അവരോട് നമ്മൾ തുല്യത കാണിക്കേണ്ടതുണ്ട്, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യപ്പെടാനുള്ള ഉപകരണമല്ല. നിങ്ങൾക്ക് അല്ലാഹു സമ്മാനിച്ചു തന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആരാണ്? അത് അല്ലാഹു നിങ്ങൾക്ക് കരാറു ചെയ്തു തന്നതാണ്. അവൾ ഏതോ ഒരു വാപ്പാന്റെ മകളായിരുന്നു, ഏതോ ഒരു നാട്ടിൽ പിറന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഹലാലായത്? വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയഖ്ശൂന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ഭയപ്പെടണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ അള്ളാഹു കൂട്ടിത്തന്നത് എന്തിനാണ്? നിങ്ങൾക്ക് കൂട്ടി ഇണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത് കൂട്ടി ഇണക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുകയാണ്. ഏതോ ഒരു നാട്ടിലെ പെണ്ണ് നിങ്ങളുടെ അടുത്ത് കാലി കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തപ്പോൾ അവൾ നിങ്ങൾക്ക് ഇണയായി, പിന്നെ നിങ്ങൾ അവൾക്കുള്ളതായി, അവൾ നിങ്ങൾക്കുള്ളതായി. പക്ഷേ എന്ന് പറഞ്ഞ് അത് അല്ലാഹുവിന്റെ പേരിൽ നടത്തുന്ന ഒരു കരാറാണ്. ആ കരാറിന്റെ പേരിൽ ഇന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്ന് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയാണ്. എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുമോ? അളീമായ പടച്ചവൻ നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഖബൂലാക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈ ഒരുമിച്ച് കൂടിയത്, നമ്മളെ കേട്ടത് പടച്ചവന്റെ അടുക്കൽ മഖ്ബൂലിയത്തുള്ള നല്ല സുഹൃതമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും, പ്രായമുള്ള ഉപ്പമാർ എഴുന്നേക്കണ്ട, ആ ചെറുപ്പക്കാർ കുട്ടികൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വാ, നമുക്ക് അവസാനിപ്പിക്കാം, ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബ് പറയുകയാണ്, അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഹലാലാക്കി തന്നത്. നിങ്ങളുടെ ഇണകളെ ഏതോ ഒരു നാട്ടിലുള്ള പെണ്ണായിരുന്നില്ല ആ പെണ്ണ്, ഏതോ ഒരു നാട്ടിലുള്ള പെണ്ണാണ് ആ പെണ്ണ്. ആ പെണ്ണിനെ നിങ്ങൾക്ക് അള്ളാഹു ഇണയാക്കി തന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇണയാക്കി തന്നത്. നിങ്ങൾ നാളെ പടച്ചവന്റെ വിചാരണയെ ഭയപ്പെടണേ. എന്താണ് നിങ്ങളിൽ ഏറ്റവും നല്ലയാൾ ആരാണ്?
എന്തെങ്കിലുമൊക്കെ നിസാര പ്രശ്നം വരുമ്പോ ഭാര്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചെവരിയടിച്ച്, എടി ചുണ്ടക്കേര മോളെ, എടി വെണ്ടക്കേര മോളെ, എടി തക്കാളി, നിന്റെ വാപ്പാക്ക് വട്ട്, നിന്റെ നാട്ടിൽ നീ ഏറ്റവും എന്തൊക്കെയാ വായി തോന്നണത് അത്രയും വിളിച്ചു പറയും. വായി തോന്നണത് അവസാനം രാത്രി ആവുമ്പോ കരളെ, ചക്കരെ, മുത്തേ, പൊന്നെ, ഈ ജാതി നെറികെട്ട സ്വഭാവം അവസാനിപ്പിക്കണം. ഭർത്താക്കന്മാരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? പ്രസംഗിക്കുന്ന മുസ്ലിയാരല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? ഖിയാറുക്കും ലിയഖ്ലിഹി. നിങ്ങളുടെ കുടുംബിനികളോട്, നിങ്ങളുടെ വീട്ടുകാരോട്. നാട്ടിലിറങ്ങിയാൽ അയാളെപ്പോലെ ഒരു മാന്യനായ മനുഷ്യൻ വേറെ ഇല്ല. അയാൾ അറിയില്ലേ, പ്രസംഗിക്കാനൊക്കെ പോണ ഹാമിദ് യാസീൻ, അയാൾ ഭയങ്കര അറിയപ്പെട്ട ഭയങ്കര പ്രഭാഷകൻ, നമ്മള് ബാക്കിലൊക്കെ വന്നിട്ടുണ്ട്. അയാളെ ഭാര്യയോട് പോയി ചോദിക്കണം അയാൾ എങ്ങനെയാണെന്ന്. അന്നേരത്ത് ഇയാളെ പറ്റി മോശമായ അഭിപ്രായമാണ് ഭാര്യയുടേതെങ്കിൽ പ്രസംഗിക്കുന്ന മുസ്ലിയാര് നല്ലയാളല്ല. അയാളെത്ര നിസ്കരിക്കുന്നയാളായാലും നോമ്പ് പിടിക്കുന്നയാളായാലും അയാളെത്ര ഘോരഘോരം പ്രസംഗിക്കുന്നയാളായാലും അള്ളാഹുവിന്റെ ഹബീബാണിത് പറയുന്നത്. ഖിയാറുക്കും ലിയഖ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم العنة ولهم سوء الدار. എന്താണ്? അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനോടുള്ള കരാർ ലംഘിച്ചു. ഭാര്യ ഹബീബായ തങ്ങള് ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസത്തിൽ അവിടുത്തെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയപ്പോഴും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളോട് നല്ല നിലയിൽ മാത്രം പെരുമാറണേന്ന്. എവിടെ വെച്ച്? ഏറ്റവും നിർണായകമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ പുന്നാര ഹബീബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരോട്, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറണേ. ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യൂല, ഇതൊന്നും ഒരു സോഷ്യൽ മീഡിയയിലും വാർത്തയാകൂല. പ്രവാചകൻ അവസാനം അവിടുത്തെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറണേ.